എന്താണ്? ഇന്നി വജദ്തു ഇംറഅതൻ തംലികുഹും, ഞാനൊരു ഖൗമിനെ കണ്ടു, അവരുടെ ഭരണാധികാരി ആരാണ്? ഒരു പെണ്ണാണ്. പെണ്ണ് ഭരണാധികാരിയാന്നുള്ളത് പാടില്ലാത്തതാണ്. അബൂബക്കറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅ, ഒരു ജനത ഒരിക്കലും വിജയിക്കുകയില്ല. എങ്ങനത്തെ ജനത? അവരുടെ ഭരണാധികാരി, അവരുടെ അധികാരി പെണ്ണാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഖൗം വിജയിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഇതിനെതിരെ അള്ളാഹുവിന്റെ വഹി സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത, അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാനുള്ള തൗഫീഖില്ലാത്ത ആളുകൾ, വിവരമില്ലാതെ എന്ത് പറഞ്ഞാലും ശരി, എത്ര ബുദ്ധിജീവികളാണെന്ന് അവർ അവകാശപ്പെട്ടാലും ശരി, അവർക്ക് യഥാർത്ഥ അഖലില്ല. അള്ളാഹുവിന്റെ ദീൻ ഹക്കാണ്. അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഓരോന്നും ഹക്കാണ്, വഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. പെണ്ണ് എന്ത് പാടില്ല? അധികാരം പെണ്ണിന് പാടില്ല. പെണ്ണിന്റെ മൗദ, അവളുടെ മക്കാൻ അവളുടെ വീടാണ്. അവളുടെ ഏറ്റവും നല്ല ഹിജാബും അവളുടെ വീടാണ്. അവൾക്കുള്ള ഏറ്റവും നല്ല ഹിജാബ് ഏതാണ്? അവളുടെ വീടാണ്. അവളുടെ അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത്. അങ്ങനെ ഇറങ്ങുമ്പോഴതാണ് പിന്നെയുള്ള വസ്ത്രധാരണം. നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താണ്? നമ്മുടെ നാട്ടിൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് പർദ്ദയിട്ടാ പിന്നെ എന്തും ആവാം. പർദ്ദയിട്ടാ പിന്നെ ഓള് സമരം വിളിക്കാം, ജാഥ പോകാം, ധർണക്ക്, മാർച്ച് ഉദ്ഘാടനം, ഇതൊക്കെ ആരിപ്പോ പെണ്ണാണ്. ഈ പോരിച്ച ദീനാണ്. ഇതൊക്കെ ദീനാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഉമ്മത്തിൽ ഏറ്റവും വൃത്തികെട്ട കൗമതാണ് മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുന്ന വിഭാഗം. പെണ്ണുങ്ങളെ പുറത്തിറക്കുക, ജാഥക്ക് പുറത്തിറക്കുക, എന്നിട്ട് അവരെ മത്സരിപ്പിക്കുക, തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക, അവരെയും കൊണ്ട് ജാഥ പോവുക. എന്താണ് ഇവർ ചെയ്തു കൂട്ടുന്നത്? അള്ളാഹുവിന്റെ ദീൻ മുസ്ലിം ഉമ്മത്തിന് ഇത്രയും ഫസാദ് ഉണ്ടാക്കുന്ന വേറൊരു ഖൗം ഇവിടെ ദുനിയാവിലുണ്ടാവുമെന്ന് അറിയില്ല. ഇത്ര വൃത്തികെട്ട വിഭാഗം. അത് നശിപ്പിക്കാണ്, മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാണ് അവർ ചെയ്യുന്നത്. കാരണം മുസ്ലിം ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനീ ഇസ്രായേലിൽ നശിച്ചത് സ്ത്രീകളെ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ സ്ത്രീകളെ ഫോക്കസ് ചെയ്യുന്നത്, മുസ്ലിം സ്ത്രീകളെ പുറത്തിറക്കാൻ നോക്കുന്നത്? കാരണം അവർ നശിച്ചാൽ ഈ ഉമ്മത്ത് നശിക്കും. അതിനുവേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവരെ പുറത്തിറക്കുക. അതാണ് പല ആളുകൾക്കും പറഞ്ഞിട്ടാൽ മതി പിന്നെന്തോ ആവാം. എന്താണ് എൻട്രൻസ് പരീക്ഷ എഴുതാൻ വേണ്ടി കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിയ പെണ്ണ് ഓള പോട്ടെ പത്രത്തിൽ. എന്തിനാ എന്തുത്തരവായി ഇവള് വാങ്ങിയത്? എന്താണ് ഇതൊക്കെ? ദീനാണെന്നാണ് ആളുകളുടെ വിചാരം. ദീൻ അട്ടിമറിക്കപ്പെടുകയാണ്. ഹക്ക് ബാത്തിലും ബാത്തിൽ ഹക്കുമായി ചിത്രീകരിക്കപ്പെടുകയാണ്. ദീനല്ലാത്തത് ദീനാണെന്ന് പറയുന്നു. എന്നിട്ട് ഇസ്ലാമിന് വേണ്ടി സമരം ചെയ്യുകയാണത്ര, മുസ്ലിമീങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടുകയാണത്ര കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ട്. എന്നിട്ടില്ലാത്ത കള്ള തെളിവുകൾ പറയുക. ആയിഷ റളിയല്ലാഹു അൻഹ ജിഹാദിന് പോയിട്ടുണ്ടത്രേ. എന്ത് ബാത്തിലാണ് പറയുന്നത്? എന്ത് ബാത്ത്? അള്ളാഹുവിന്റെ ദീനിൽ കളവ് പറയാൻ യാതൊരു മടിയില്ല. അല്ലെങ്കിൽ വിവരക്കേട്, ഒന്നുകിൽ കളവ് അല്ലെങ്കിൽ വിവരക്കേട്. ആയിഷ റളിയല്ലാഹു അൻഹ ജമൽ യുദ്ധത്തിന് എന്താണ് ആ സംഭവം എന്ന് നമ്മൾ ഒരുപാട് തവണ വിശദീകരിച്ചിട്ടുണ്ട്. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ, അള്ളാഹ് സലീമായ കൽബ് നൽകിയിട്ടുള്ളവർ ചിന്തിക്കട്ടെ. അവരൊരിക്കലും ജിഹാദ് ഉദ്ദേശിച്ചിട്ട് പോയതല്ല, മറിച്ച് അവർ തന്നെ കണ്ടാൽ ജനങ്ങൾ യുദ്ധം നിർത്തും, മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള പോരാട്ടം നിർത്തും എന്തുദ്ദേശിച്ചിട്ട് പോയത്. തൽഹ, സുബൈർ റളിയല്ലാഹു അൻഹുമ തുടങ്ങിയ സഹാബിമാർ അവരോട് അതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും അവരാ പോയതിൽ ഖേദിച്ച് കരഞ്ഞ് തൗബ ചെയ്ത് എത്രത്തോളം അവർ സ്വന്തം വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ കബറടക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഈ സംഭവം നടന്നതിന് ശേഷം അവർ പറഞ്ഞു, എന്നെ അവിടെ കബറടക്കണം, എന്നെ ബഖീയിൽ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ കൂടെ കബറടക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് അവർ താക്കീത് ചെയ്തിരുന്നു. ഒരു ലക്ഷണം അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഹൗ അബ് എന്ന സ്ഥലത്തെത്തിയാൽ അവിടെ ചില പട്ടികളുടെ കുരക്കൽ കേൾക്കും, നിങ്ങളിൽ ഒരുവൾ, അത് നിങ്ങളിൽ ഒരുവളിൽ ആരായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്യുന്നത് പോലെ പറഞ്ഞത് ആ യാത്രക്കിടയിൽ അവർക്ക് ഓർമ്മ വന്നു. ഹൗ അബ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ പറഞ്ഞു തിരിച്ചു പോകാം. അപ്പോഴാണ് തൽഹ, സുബൈർ റളിയല്ലാഹു അൻഹുമ തുടങ്ങിയ സഹാബിമാർ പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളെ കണ്ടാൽ അവർ യുദ്ധം നിർത്തുമല്ലോ എന്ന്. അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പോയിട്ടുള്ളത്. ഇതങ്ങനെ ഇസ്ലാമിന്റെ നഫ്സിന്, ഖുർആനിന്റെ നഫ്സിന് എതിരായി തെളിവ് പിടിക്കാൻ എങ്ങനെ സാധിക്കും? സ്ത്രീകൾ ഉള്ളിലാണ് കഴിയേണ്ടത് എന്നത്.
ഈ ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിക്കുകയാണ്, നബിയെ ഞങ്ങൾക്ക് ജിഹാദ് പുരുഷന്മാർക്ക് മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങൾക്കും വരണം, എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിഹാദു കുന്നൽ ഹജ്ജ്, നിങ്ങളുടെ ജിഹാദ് ഏതാണ്? ഹജ്ജാണ്. നിങ്ങളുടെ ജിഹാദ് ഹജ്ജാണ്. ആരാ ഇത് റിവായത്ത് ചെയ്തത്? ആയിഷ റളിയല്ലാഹു അൻഹ. ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പൊ വിവരക്കേട് അല്ലെങ്കിൽ കളവ് പറഞ്ഞു മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളെ നശിപ്പിക്കുന്ന വിഭാഗം. അള്ളാഹു ഇവരുടെ ഷർറിൽ നിന്ന് ഉമ്മത്തിനെ